ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റ് ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് വേറെ ചാനലുണ്ടെന്ന്. എനിക്ക് വേറെ ചാനലൊന്നുമില്ല. മീൻ ആസ് യൂഷ്വൽ ഒരു യൂട്യൂബ് ചെയ്യുന്ന എല്ലാവരെ പോലെ ഞാനും കുറേ ചാനൽസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം എന്താ പറയുക, അവിടെ അവിടെ വെച്ച് നിന്നിട്ടുണ്ട്. സോ അതുപോലെ ഇത് എൻ്റെ ഒരു ബേർഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു പെറ്റ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ആ, പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാനൊരു പക്ഷീനെ മേടിച്ചു. അതൊരു കോക്കട്ടയിലാണ്. സോ അതിനെ മേടിച്ച സമയത്ത് എനിക്കിത് ഇതിനെക്കുറിച്ചൊരു ഇതിൻ്റെ ഒരു ജേണി ജസ്റ്റ് ഒന്ന് എന്താ പറയുക റെക്കോർഡ് ചെയ്യണം എന്ന് തോന്നിയോണ്ട് മാത്രം ഞാൻ ചെയ്യുന്നൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കോക്കട്ടയിൽ. ഇത് ഞാൻ ഇന്നലെയാണ് മേടിച്ചത്. ജസ്റ്റ് വൺ ഡേ ആയിട്ടേ ഉള്ളൂ. ഇന്നലെ രാത്രി പോയി മേടിച്ചിട്ട് വന്നതാണ്. കാരണം എനിക്കൊരു മുന്നേ ഒരു പെറ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ പേര് കിച്ചു എന്നായിരുന്നു. അവനൊരു പൂച്ചയായിരുന്നു. സോ അവൻ പോയതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു ലോൺലിനെസ്സും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ അപ്പം ഞാൻ വിചാരിച്ചു, നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മളൊരു പെറ്റിനെ വളർത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പെറ്റ് ഉണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വേറൊരു പെറ്റിലേക്ക് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. നമ്മളതിനെ വെറും ഒരു ആനിമലായിട്ടോ അല്ല അങ്ങനെ ആ ഒരു രീതിയിലല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഒരു വേറൊരു പെറ്റിലേക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ കുറേ പേടികളും കാര്യങ്ങളൊക്കെ വരും. കാരണം പെട്ടെന്നാണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ എൻ്റെ കിച്ചു പോയത്. സോ എനിക്കങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ചെറുതായിട്ടുള്ള എന്നാൽ ഇച്ചിരി ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു 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 പെറ്റ് വേണം. അങ്ങനെ തോന്നിയിട്ട് ഞാൻ കുറച്ച് യൂട്യൂബ് റിസർച്ചൊക്കെ ചെയ്തപ്പോൾ ഇച്ചിരി ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു പക്ഷി നല്ല രീതിക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെ നിന്നാണ് ഞാനിത് മേടിച്ചത്. ഞാൻ ബാംഗ്ലൂരാണ്. സോ അവിടുന്ന് ഞാനൊരു പെറ്റ് ഷോപ്പിൽ പോയിട്ട് അത്യാവശ്യം കുറച്ച് സ്ഥലത്തൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ഒരു പെറ്റ് ഷോപ്പിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ പോയി മേടിച്ചു. ഇത് ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു പെറ്റൊന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നൊരു ഫിഷ് തൊട്ട് തുടങ്ങിയതാണ് ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഫിഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കയ്യിൽ കിച്ചു ഉണ്ടായിരുന്നു. അവനൊരു 3 വർഷമായി, 4 വർഷത്തിൻ്റെ അടുത്ത് അവനുണ്ടായിരുന്നു. ഇപ്പോൾ അതേ ഇവനാണ് നമ്മുടെ കോക്കട്ടയിൽ. അപ്പോൾ ആളെ ഞാൻ ഇന്നലെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആളെ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ ആളിച്ചിരി നോയ്സി ഒക്കെ ആയിരുന്നു കേട്ടോ. അത് എനിക്ക് തോന്നുന്നു സ്ഥലം മാറുന്നതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവനെ സിംഗിൾ ആയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, സിംഗിൾ ആയിട്ടാണ് മേടിച്ചത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ലൈക്ക് ഞാനായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ സജഷൻ എടുത്തപ്പോഴും പിന്നെ അത്യാവശ്യം യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, ലൈക്ക് വേറൊരു കോക്കട്ടയിൽ അല്ലെങ്കിൽ വേറൊരു ഇതേപോലൊരു പക്ഷി ഉണ്ടെങ്കിൽ അവർ തമ്മിലേ കോണ്ടാക്ട് ചെയ്യൂ, അവർ തമ്മിലെ ഒരു സംസാരമൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിക്ക് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഇച്ചിരി ഇൻട്രാക്ഷൻ എന്നുള്ള രീതിക്ക് ആ ഒരു രീതി എനിക്ക് വേണ്ടത്. എൻ്റെ അടുത്തൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പെറ്റ് ആ ഒരു രീതിക്കായിരുന്നു. ഇവനെ നിങ്ങൾ ഈ കാണുന്ന പോലെ കൂട്ടിലേക്ക് അങ്ങനെ എപ്പോഴും ഇട്ട് വെക്കാനൊന്നുമില്ല കേട്ടോ. അവനെ ഞാൻ എൻ്റെ റൂമിനകത്ത് ഇങ്ങനെ അഴിച്ചു വിടാനാണ് എൻ്റെ ഒരു പ്ലാൻ. ലൈക്ക് എപ്പോഴും എന്നല്ല, ലൈക്ക് ഞാൻ അകത്തിരിക്കുന്ന ടൈമിൽ ഞാനൊരു വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സമയവും ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ റൂമിലും എൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ പറത്തി വിടണം, അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാൻ. എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര ഈസി ഹാൻഡ്ലിങ് ആയിരിക്കും എന്നാണ്. ഞാൻ ഇതുവരെ ഒരു പക്ഷീനെ വളർത്തിയിട്ടില്ല. സോ ഇവൻ എൻ്റെ ഫസ്റ്റ് ബേർഡാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ സിമ്പിളായിട്ട് പുറത്ത് വരുന്നു, പോകുന്നു. അത് മേ ബി അങ്ങനെ ആയേക്കാം. ബട്ട് ഇന്നലെ ഞാൻ ഈ പെറ്റ് ഷോപ്പിൽ നിന്ന് തന്നെ പുള്ളിക്കാരൻ പിടിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം ഇവൻ്റെ കൂടെ ഒരു 3-4 പേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫീമെയിലും വേറെ കുറച്ച് മെയിൽസൊക്കെ. ഇവരുടെ ഇടയിൽ നിന്ന് ഒരാളെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലായി. ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. സോ ഇവനെ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഇവൻ്റെ ഒരു ഫസ്റ്റ് ഡേ ബിഹേവിയർ എന്ന് പറയുന്നത് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനധികം ഇച്ചിരി നോയ്സി ഒക്കെ ആയിരുന്നു ഇന്നലെ. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തേരാപ്പാര നടക്കുകയായിരുന്നു ഇവൻ കൂടിൽ. ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്, മേലെ താഴെ ഇങ്ങനെ നടന്ന് കളിക്കായിരുന്നു. അപ്പം ഞാൻ കുറച്ച് യൂട്യൂബിലൊക്കെ തപ്പി ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു അത് അവർ സ്ട്രെസ് കൊണ്ടാണ്, ആങ്സൈറ്റി കൊണ്ടാണ്, ന്യൂ എൻവിറോൺമെൻറ്റിലാണെന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവും, അത് വളരെ നോർമലാണെന്നുള്ള രീതിക്കാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് തോന്നി ലൈക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കിച്ചുവിനെ ലൈക്ക് ഒരു കാറ്റിനെ കൊണ്ടുവന്ന സമയത്തും അവനും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അതും ഞാൻ ഇതുപോലെ അത്യാവശ്യം റിസർച്ച് ഒക്കെ ചെയ്തിട്ടായിരുന്നു. സോ അവനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇതുപോലെ അഴിച്ച് അങ്ങ് വിട്ടു. എന്നിട്ട് ഞങ്ങൾ അവനെ വെറുതെ എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയില്ല. അവൻ ആദ്യം തന്നെ പോയി ഹൈഡ് ചെയ്തു. എന്നിട്ട് അവൻ മെല്ലനെ അവന് തോന്നുന്ന സമയത്ത് അവൻ ഓക്കെ ആയി, അവൻ്റെ സറൗണ്ടിങ് ഒക്കെ ഓക്കെ ആയി, അപ്പോൾ അവനായിട്ട് ഇറങ്ങി വരായിരുന്നു. സോ അതേപോലെ ഞാൻ ഇവനെയും എന്താ പറയുക അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും ചെയ്തില്ല. സോ അവൻ്റെതായിട്ടുള്ളൊരു പാട്ടിനെ ഇങ്ങനെ വിട്ടു. അപ്പം അവനിങ്ങനെ തെരാപര നടക്കണ്ടായിരുന്നു.
പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ചുമ്മാ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവള് പറഞ്ഞു എൻ്റെ അടുത്ത് വിസിലടിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനങ്ങനെ വിസിലടിച്ച് നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആള് തിരിച്ച് വിസിലടിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ആഹാ ഇത് കൊള്ളാലോ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വിസിലടിച്ച് നോക്കി. അപ്പൊ അവൻ എനിക്ക് തിരിച്ച് വിസിലൊക്കെ തന്നു. സോ ഐ എം ഹാപ്പി. പിന്നെന്ന് പറഞ്ഞ ആൾ ഇച്ചിരി ആങ്സൈറ്റിയിലൊക്കെ ആണ്. ബട്ട് ഇന്നലെ ഫുഡൊക്കെ കഴിച്ചു. ഇച്ചിരി ഫുഡേ കഴിച്ചുള്ളൂ. ഇച്ചിരി ഫുഡേ കഴിച്ചുള്ളെങ്കിലും നിങ്ങൾക്ക് കാണാലോ വന്ന ടൈം തന്നെ അത്യാവശ്യം വേസ്റ്റ് ഒക്കെ അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇത് തന്നെ ഈ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഫുഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സോ ഇതാണ് ഞാൻ ഇവന് കൊടുക്കുന്ന ഒരു ഫുഡ്. ഇതിൻ്റെ പേര് ബേർഡ്സ് ബൈറ്റ് എന്നാണ്. ഇത് ഫുൾ വേറെ ഒന്നുമല്ല, നാച്ചുറൽ സീഡ്സ് ആണ്. അതായത് നോർമലി ലവ് ബേർഡ്സിനും എല്ലാവർക്കും കൊടുക്കുന്ന എന്താ അതിന് സ്ഥിരം കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഫെനയോ തെനയോ അങ്ങനെ എന്തോ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എനിക്കറിയില്ല കേട്ടോ, ഞാനിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ എനിക്ക് അറിയാവുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്ത് നമ്മളുടെ സൺഫ്ലവർ സീഡ് ഉണ്ട്, പിന്നെ നെല്ലോ എന്തൊക്കെയോ സീഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബട്ട് എന്തായാലും സീഡ്സ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് എനിക്കും കഴിക്കാം, അവനും കൊടുക്കാം. അങ്ങനെയാണ്. സോ അങ്ങനെ ഒരു ബേർഡ് ഫുഡ് ഞാൻ മേടിച്ചായിരുന്നു. ഇത് ജസ്റ്റ് ഒരു 1 kg ബോട്ടിലാണ് ഞാൻ മേടിച്ചത്. ബാക്കി നമുക്ക് ഇതിന് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ ട്രൈ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വെള്ളം അധികം കുടിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ വെള്ളം കണ്ടില്ലേ, ഇതിൽ ഇച്ചിരി അഴുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ഇന്നലെ വെച്ചതല്ലേ. അപ്പം ഞാൻ ആ വെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റി പുതിയ വെള്ളം വെച്ചു കൊടുത്തു. പുതിയ വെള്ളം വെക്കുന്ന സമയത്ത് ആള് അത് കുടിക്കുകയൊക്കെ ചെയ്തു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ വയ്ക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്യാനൊക്കെ നോക്കി. ഹാൻഡ് ഫീഡ് അവൻ എടുക്കുന്നുണ്ട്, ബട്ട് ഇടയ്ക്ക് അവൻ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അവൻ എന്നെ കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇതൊക്കെയാണ് എൻ്റെ ഒരു 1 day ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ അവൻ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? കാരണം ഒന്നാമത് ഇവിടെ ജനിച്ചാണല്ലോ, നമ്മുടെ ഭാഷയൊന്നും അറിയില്ലല്ലോ. ഇനി നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ആയിട്ടൊന്ന് സെറ്റായിട്ട് വരണം. അപ്പം എന്തായാലും ടൈം എടുക്കും തോന്നുന്നു. സോ ഇത്രയായിരുന്നു എൻ്റെ ഒരു ഒബ്സർവേഷൻ. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു 1 day ഒബ്സർവേഷൻ വെച്ച് മാത്രം ഞാൻ പറയാണ്. അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള യാതൊരുവിധ എന്താ പറയുക എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു 1 day എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇവരെ അവരുടെ ഒരു പാട്ടിന് വിടുക. അല്ലാതെ നമ്മൾ ആ ഒരു കൊണ്ടുവന്ന എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവരുടെ അടുത്ത് ചുമ്മാ കയറി സംസാരിച്ച് അല്ലെങ്കിൽ അവരുടെ അടുത്ത് സംസാരിപ്പിക്കാൻ നോക്കുക, അല്ലെങ്കിൽ വിസിലടിച്ച് അവരെ ശല്യം ചെയ്യുക, അല്ലെങ്കിൽ അവരെ ചുറ്റിൽ എല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് ഭയങ്കര ലൈക്ക് അവർ ഓൾറെഡി അവർ സ്ട്രെസ്ഡ് ആയിരിക്കും, ലൈക്ക് ഇങ്ങനെ ഒരു പുതിയൊരു എൻവിറോൺമെന്റിലും അങ്ങനെയൊക്കെ ആവുന്ന ടൈമിൽ. സോ ആ ഒരു ടൈമിൽ അവരുടെ ഒരു പാട്ടിന് വിടുക. അപ്പോൾ ഒരു കുറച്ച് ഡേയ്സ് എടുക്കുമായിരിക്കും അവർക്കൊന്ന് സറൗണ്ടിങ് ആയിട്ടൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് ഇണങ്ങി സെറ്റായിട്ട് വരാനായിട്ട്. സോ ആ ഒരു ടൈം കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.